ഹായ് ഓൾ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ക്യാൻസർ സ്റ്റോറി വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. എന്തൊക്കെയാണോ ലക്ഷണങ്ങൾ കാണിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് സ്റ്റേജിലാണ് കേട്ടോ ക്യാൻസർ എന്ന രോഗം കണ്ടെത്തിയത്. എന്നെ സഹായിച്ച ലക്ഷണങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓക്കെയാണ്, അൽഹംദുലില്ലാ. എനിക്കിനി 5 വർഷം ചെക്കപ്പ് ഉണ്ട്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ വായ്പുണ്ണ് ക്യാൻസറിൻ്റെ ലക്ഷണമാണോ ചോദിച്ചവരോട് ലക്ഷണം തന്നെയാണ്, പേടിക്കാൻ വേണ്ടി പറയല്ല, എൻ്റെ കാര്യത്തിൽ സത്യമാണ് കേട്ടോ. വായ്പുണ്ണ് 99% ആളുകളിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ് വായ്പുണ്ണ്. അതുകൊണ്ട് എല്ലാവരും പേടിക്കണം എന്നല്ല ഞാൻ പറയണത്. കുറച്ച് പഴക്കമുള്ള 1 വർഷം അല്ലെങ്കിൽ 6 മാസം ഒക്കെ പഴക്കമുള്ള വായ്പുണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് 4 കുട്ടികളാണുള്ളത്. അപ്പോൾ ഈ 4 ഡെലിവറിയിലും എനിക്ക് വായ്പുണ്ണ് എന്ന അസുഖം വന്നിട്ടുണ്ട്. അതിന് ഞാൻ ചികിത്സ തേടിയിട്ടുമുണ്ട്. പക്ഷേ ആ വായ്പുണ്ണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒട്ടും പോവാറില്ല കേട്ടോ. അതെന്നെ വായിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ എനിക്ക് നോർമലി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വയറിനകത്തോട്ടാണ് അത് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അൾസർ രൂപത്തിലാണ് വന്നത് കേട്ടോ. നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് ചെന്നാലും വായ്പുണ്ണ് കഴിഞ്ഞാൽ അൾസർ കഴിഞ്ഞാൽ ക്യാൻസർ. പക്ഷേ എൻ്റെ കാര്യത്തിൽ അതൊരു സത്യാവസ്ഥയാണ്. ഞാൻ സത്യമായിട്ട് പറയാണ്, വായ്പുണ്ണ് എനിക്ക് ഫസ്റ്റായിട്ട് വന്ന ലക്ഷണം, അത് കഴിഞ്ഞ് അൾസർ, അത് കഴിഞ്ഞ് ക്യാൻസർ. അതുകൊണ്ട് വായ്പുണ്ണ് ഉള്ളവർ പേടിക്കാൻ വേണ്ടിയിട്ടല്ല പറയണത്. നോർമലി നിങ്ങളൊരു ഡോക്ടറെ കാണിച്ചിട്ട് എന്ത് അസുഖമാണെങ്കിലും അത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എനിക്ക് വന്ന അനുഭവം മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇതുപോലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ വായ്പുണ്ണ് ക്യാൻസറിൽ എനിക്ക് ഫസ്റ്റ് കണ്ട ഒരു തുടക്കമാണ്. അത് കഴിഞ്ഞ് അൾസറാണ് എനിക്ക് കാണപ്പെട്ടത്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന് അടിവയറ്റിലായിരുന്നു വേദന, അതേപോലെ തന്നെ വെയിറ്റ് കുറയുന്നതിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. അടിവയറ്റിൽ തന്നെയാണ് എനിക്ക് വേദന വന്നത്. പക്ഷേ അത് ലാസ്റ്റ് ഘട്ടത്തിലാണ് വേദന വന്നത് കേട്ടോ. അതിന് മുമ്പ് ഒരു 1 ഇയർ, 1 വർഷം മുൻപ് തന്നെ എനിക്ക് ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ ശരീരം മെലിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ക്ഷീണം, നമ്മൾ ജോലിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിടക്കാൻ തോന്നുക. അതേപോലെ തന്നെ എനിക്ക് വായുപുണ്ണ് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ട് വയറൊക്കെ ഭയങ്കര ഒരു അസ്വസ്ഥത. അതേപോലെ എനിക്ക് വന്നിട്ടുള്ള മാറ്റം, വയറ് നല്ല രീതിയിൽ തന്നെ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ടും ഞാൻ ശ്രദ്ധിക്കാതെ പോയത് എന്താ വെച്ചാൽ, എനിക്ക് 1.5 വയസ്സുള്ള മോനുണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ 4 ഡെലിവറിയിലും നല്ല രീതിയിൽ വെയിറ്റ് കുറയാറുണ്ട്. അപ്പോൾ അതാണെന്നാണ് ഞാൻ ഫസ്റ്റ് കരുതിയത്. പിന്നെ എന്താ വെച്ചാൽ, രക്തത്തിൻ്റെ കുറവ് എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ശരീരത്തിലുള്ള ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ഞാൻ ഈ ഒരു അസുഖമാണെന്ന് തിരിച്ചറിയാൻ നല്ല രീതിയിൽ വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് അടിവയറ്റിൽ ഒരു 5 പ്രാവശ്യമാണ് എനിക്ക് വേദന വന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ അത് സീരിയസ് ആയി മാറുകയാണ് ചെയ്തത് കേട്ടോ. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എവിടെയാണ് ഹോസ്പിറ്റലിൽ കാണിച്ചത്, അതേപോലെ മലപ്പുറം ജയപ്രസാദ് ഡോക്ടറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ മലപ്പുറം ബ്ലോക്ക് കോട്ടപ്പടി ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടറാണ് ജയപ്രസാദ് ഡോക്ടർ കേട്ടോ. അപ്പോൾ ആ ഡോക്ടറെ ബുക്കിംഗ് നമ്പറാണ് ഞാനിതിൽ സ്ക്രീനിൽ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ വ്യക്തമായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഈ ഡോക്ടർ ഇപ്പോഴും അവിടെ തന്നെയാണ്, മലപ്പുറം KK തലാറി ആ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ക്ലിനിക്ക് വരുന്നത് കേട്ടോ. ഹോസ്പിറ്റലിലുണ്ട്, പക്ഷേ കഴിയുന്നതും ക്ലിനിക്കിലോട്ട് പോകാൻ നോക്കുക. കാരണം നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ തന്നെ ഡോക്ടർ എനിക്ക് ലിസ്റ്റിൽ കാണിച്ചു തന്ന വലിപ്പാട്ടോ, മുഴ നല്ല രീതിയിൽ വലിപ്പത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് തന്നെ ഡോക്ടർ എഴുതി തന്നത് കേട്ടോ. സാധാ CT സ്കാനിങ്ങും പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങും പിന്നെ കുറച്ചൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡോക്ടർ ഫസ്റ്റ് തന്നെ എനിക്ക് തന്നത്. അതിൻ്റെ റിസൾട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നമുക്ക് വ്യക്തമായിട്ട് തന്നെ അസുഖം ഇതാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറാണ് എനിക്ക് ഒരുവിധം ലക്ഷണങ്ങളൊക്കെ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഇയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ സത്യമായിരുന്നു കേട്ടോ.
അപ്പോൾ എനിക്ക് ഇത്തരം അനുഭവങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സർജൻ ഡോക്ടർ ജയപ്രസാദ് ഡോക്ടർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് എൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ അനുഭവിക്കണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡോക്ടറെ പോയി കണ്ടോളൂ, വ്യക്തമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഡോക്ടർ ഈ ഒരു അസുഖം നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം പിന്നീട് നമുക്ക് മലപ്പുറം എവിടെ ഹോസ്പിറ്റലിലും ഈ ഒരു ഓപ്പറേഷൻ ചെയ്യൂല എന്ന് പറഞ്ഞു കേട്ടോ. അത്രയും വലിയൊരു ഓപ്പറേഷനാണ് എനിക്ക് വന്നത്. കാരണം മുഴ അത്യാവശ്യം ഒരു 20 ഒക്കെ കിലോ വെയിറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുഴ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 15 ദിവസത്തെ ക്യാപ്പാണ് നമുക്ക് തന്നത്. അതിനുള്ളിൽ അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യണം എന്നാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡേറ്റ് കിട്ടുമ്പോൾ കുറേ ദിവസം പിടിക്കും. അങ്ങനെ നമ്മൾ പ്രൈവറ്റിൽ MES ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലിലാണ് നമ്മൾ കാണിച്ചത്. MES ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നിട്ട് നമ്മൾ ഈ ഒരു മുഴ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണം, ഓപ്പറേഷൻ ഒട്ടും വൈകാൻ പറ്റില്ലെന്ന് ഡോക്ടറും നമ്മോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓപ്പറേഷനൊക്കെ കുറച്ച് റിസ്ക് അടിച്ച ഓപ്പറേഷൻ ആണെന്ന് ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു. വെയിറ്റ് കുറച്ച് അധികം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്, ആളെ ഫുള്ളായിട്ട് മയക്കി കിടത്തിയിട്ടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എന്നോട് ഇതൊന്നും ഇവരാരും പറഞ്ഞിട്ടില്ല. ഞാൻ നോർമലി നല്ല ഓക്കെ ആയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയത്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് അൽഹംദുലില്ലാ എൻ്റെ മനസ്സിൽ അതെല്ലാം ഓപ്പറേഷനൊക്കെ സക്സസ് ആയി, നല്ല രീതിയിൽ തന്നെ ഞാൻ കഴിച്ചിലായി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ആ ഓപ്പറേഷത്തിൽ ഡോക്ടറുടെ കയ്യബദ്ധമാണോ അതോ എൻ്റെ കഷ്ടകാലമാണോ അല്ലെങ്കിൽ എൻ്റെ വിധി എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ മുഴ ആ ഓപ്പറേഷത്തിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടിയിട്ട് ആകെ അതിൻ്റെ ഇതൊക്കെ അവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ കീമോ ചെയ്യേണ്ട അവസ്ഥയും കീമോയിലോട്ട് ഒക്കെ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകേണ്ട ഒരു ഇതിലോട്ട് എത്തിയത്. അപ്പോൾ എൻ്റെ ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ നിന്ന് സക്സസ് ആയിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ നമ്മോട് അപ്പോൾ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഫാമിലിയോട്. പക്ഷേ ഞാൻ അറിയണത് ഈ ഒരു ക്യാൻസർ എന്നുള്ള അസുഖം ഡോക്ടർ എന്നോട് തുറന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു മുഴ പൊട്ടിയതും സ്പ്രെഡ് ചെയ്തതൊക്കെ ഞാൻ അറിയണത്. പക്ഷേ അൽഹംദുലില്ലാ ഈ ഒരു മുഴ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനോ ഒന്നും ഈ ഒരു വോയിസ് കൊടുക്കാൻ പോലും ഈ ഭൂമിയിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല, അത്രയും സീരിയസ് ആയിട്ടുള്ള മുഴയായതുകൊണ്ട്. പക്ഷേ അൽഹംദുലില്ലാ പൊട്ടിയാലും കീമോ ചെയ്തിട്ടായാലും ഞാൻ രക്ഷപ്പെട്ടല്ലോ, അത്രയും സന്തോഷം. അപ്പോൾ ഇതാണ് എൻ്റെ ഓപ്പറേഷത്തിൻ്റെ വിവരം കേട്ടോ. ഇങ്ങനെ കമൻസ് ഒരുപാട് കണ്ടതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് വിവരിച്ച് തന്നതാണ്. ഇനി എനിക്ക് എത്ര മക്കളാണെന്നാണ്. അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ മോനാണ്, ഇവന് 5 വയസ്സ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ മൂത്ത മോന്, ഇവന് 14 വയസ്സ് കഴിഞ്ഞു, ഇപ്പോൾ 15 വയസ്സ്. അപ്പോൾ ഇവന് 9ാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത്. പിന്നെ എനിക്ക് 4 ബോയ്സാണുള്ളത്. അപ്പോൾ ഇത് രണ്ടാമത്തോന്, ഇവന് 6ാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ 4 ആൺകുട്ടികളാണ്. പിന്നെ നമ്മളെ പൊന്നു ഇതെൻ്റെ ചെറിയ കുട്ടിയാട്ടോ. ഇവനിപ്പോൾ 3 വയസ്സ്, ഇവൻ 1.5 വയസ്സ് ടൈമിലാണ് ഈ ഒരു അസുഖം അറിഞ്ഞതും ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചതും. പിന്നെ എത്ര ആയി ഈ ഒരു അസുഖം മാറിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ അസുഖം മാറിയിട്ട് 1 ഇയർ കേട്ടോ, 1 വർഷമായിട്ടുള്ളൂ. കാരണം 1.5 വയസ്സിലാണ് ഈ ഒരു അസുഖം ഞാൻ അറിഞ്ഞത്. ചെറിയ കുട്ടിയായ സമയത്താണ്. ഇപ്പോൾ 1 വർഷമായി നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. പിന്നെ ഇതിന് നല്ല പൈസ ആയിട്ടുണ്ടോ ഓപ്പറേഷത്തിന്, നമ്മളെ ചികിത്സക്കൊക്കെ കമൻസ് കണ്ടിരുന്നു. നമുക്ക് ഓപ്പറേഷത്തിന് 1.5 ലക്ഷം പോലെ ആയിട്ടുണ്ട്. ഓപ്പറേഷൻ സക്സസ് ആയിട്ടില്ലെങ്കിലും പൈസ നമുക്ക് നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് കീമോ ആയിട്ടും മരുന്നായിട്ടും, കീമോ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും പുറത്തുനിന്ന് നമുക്ക് കീമോൻ്റെ മരുന്ന് വാങ്ങേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില മരുന്ന് പുറത്തുനിന്നാക്കാനും ചില മരുന്ന് ഉള്ളിൽ നിന്ന് കിട്ടും. അപ്പോൾ പൈസ നമുക്ക് നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എൻ്റെ ഫ്രണ്ട്സാൾ +2 എൻ്റെ കൂടെ പഠിച്ച +2 പഠിച്ച എൻ്റെ ഫ്രണ്ട്സുകളാണ് എനിക്ക് ഹെൽപ്പായിട്ട് വന്നത് കേട്ടോ. അവർ നല്ല രീതിയിൽ പൈസ കുറച്ചൊക്കെ ആൾക്കാർ ഫ്രണ്ട്സുകൾ കൂടിയിട്ട് പിരിച്ചിട്ട് എനിക്ക് എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും ഞാനത് വേണ്ട പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ ഉള്ളിൽ പൈസൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഞാൻ പുറത്തറിയിക്കാതെ മുന്നോട്ട് പോവുകയും. പക്ഷേ കണ്ടറിഞ്ഞിട്ട് എന്നെ സഹായിച്ച ഫ്രണ്ട്സാണ് കേട്ടോ അവർ. കാരണം ഫാമിലിയിൽ ആർക്കും തന്നെ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ഇതിലുള്ള ആൾക്കാരല്ല, ഒക്കെ നോർമലി കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ
പിന്നെ ഹസ്ബൻഡിന് വണ്ടി ഓടിക്കാനും ഒന്നും അറിയില്ല. പിന്നെ ഹസ്ബൻഡിന് നമുക്ക് വണ്ടി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കീമോക്കൊക്കെ പോകുമ്പോൾ രാവിലെ 5 മണി ടൈമിലൊക്കെ വീട്ടിൽ നിന്ന് പോകണം. ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഹെൽപ്പായിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കീമോക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കലും അവരാണ്. അവിടുന്ന് നമ്മളെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുവരലും അവരാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സാളും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സാളും കേട്ടോ. പിന്നെ ഹസ്ബൻഡിന് എന്താ ജോലി വെച്ചാൽ നോർമലി കൂലിപ്പണിയാണ്. നമ്മൾ സെൻട്രിങ്ങിന് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന സാധാരണ ടീമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഉമ്മയല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മയാണ് കേട്ടോ ഇത്. ഉമ്മക്ക് സുഖമില്ല, കണ്ണിന് കാഴ്ചയില്ല. അതേപോലെ തന്നെ പിന്നെ എനിക്കൊരു താത്തയാണ്, ഓളടുത്താണ്. എൻ്റെ മോനും ഋതുമോനും കേട്ടോ. 1.5 വയസ്സായ കുട്ടി 2 വയസ്സായ കുട്ടിയൊക്കെ ഓളടുത്തായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്, ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ. പിന്നെ എനിക്കൊരു ബ്രദറുമാണ് കേട്ടോ ഉള്ളത്. പിന്നെ മുഴ യൂട്രസിലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. യൂട്രസിലല്ല, വയറിൻ്റെ ഉൾഭാഗത്തേനു. പക്ഷേ എനിക്ക് ഓപ്പറേഷത്തിൽ യൂട്രസും അണ്ടാശയും ഒക്കെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നത്. ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോർമലി ഞാനായിട്ടങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കീമോക്ക് പോയിട്ടുള്ള അനുഭവം ഒരാൾക്കും തന്നെ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ കേട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 48ാം വാർഡിലാണ് ക്യാൻസർ വാർഡ് കേട്ടോ. അങ്ങനെ ആ ഒരു വാർഡിലോട്ട് കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, നമ്മൾ ബാർബർ ഷോപ്പൊക്കെ പോകുമല്ലോ, അതേപോലെ നിറച്ച് മുടിയാട്ടോ കൊഴിഞ്ഞ് കിടക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല നീളമുള്ള മുടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ മുടി ഇങ്ങനെ ആവുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ 2ാമത്തെ കീമോ പോയപ്പോൾ എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് കീമോ ചെന്ന ദിവസം തന്നെ ഞാൻ കണ്ട കാഴ്ച എന്താ വെച്ചാൽ, ഫസ്റ്റ് ഡേ എന്നോട് സംസാരിച്ചിരുന്ന ഒരു താത്ത രാത്രി ആയപ്പോൾ അതിന് സീരിയസ് ആയിട്ട് രോഗം. പിന്നീട് രാത്രി ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അതവിടെ മരിച്ച് കിടക്കുന്നതാണ് കണ്ടത്. ബോഡി ആയിട്ട് വെള്ള പുതച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ കാഴ്ചയിൽ ഫസ്റ്റിൽ തന്നെ ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലത്തെ പോലെയല്ല, അവരുടെ ബോഡിയൊക്കെ സാവധാനം അവരുടെ രേഖകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ മാറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു കീമോ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഈ ഒരു കീമോ മരുന്ന് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 10 മണി വരെ നമുക്ക് മരുന്നുണ്ടാവും കേട്ടോ. ഒരു 12 കുപ്പിയൊക്കെ മരുന്ന് നമുക്ക് കയറ്റാനുണ്ടാവും. ഈ മരുന്ന് കയറ്റുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ തലമിന്നി ക്ഷീണമായി ഛർദി ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മളെ ശരീരത്തിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിങ്ങോട്ട് പറയാനുള്ളതാണ്, ആരെങ്കിലും ഒരു ഹെൽപ്പ് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോരുമെന്ന് ചോദിക്കുമ്പോൾ ഒട്ടും മടിക്കാതെ, ഇങ്ങനെയുള്ള അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കൊടുക്കണം. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഹസ്ബൻഡിന് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ ഒരിക്കലും ഉള്ളിലോട്ട് വരാൻ പറ്റില്ല, പുറത്താ നിൽക്കുകയുള്ളൂ. ഞാൻ തലമിന്നി എത്രയോ തവണ വീണില്ലാർന്ന അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്തരം കാഴ്ചകളും. അപ്പോൾ നമുക്കൊരു ധൈര്യം തരാൻ നമ്മളെ കൂടെ ഒരു പെണ്ണുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഓക്കെ ആവും. ഹസ്ബൻഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത്തരം കാഴ്ചകൾ 1, 2 അല്ല ഞാൻ അവിടെ മരിച്ചത് കണ്ടിട്ടുള്ളത്. രാവിലെ നല്ല രീതിയിൽ സംസാരിച്ച വ്യക്തികൾ രാത്രി ആകുമ്പോഴത്തേന് എത്രയോ പേര് അവിടെ മരിച്ചതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് ഞാൻ എത്തൂലേ. ആ ഒരു ടെൻഷനൊക്കെ മറികടക്കാൻ നമ്മളെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ സത്യമായിട്ടും ഞാൻ പറയാം, നമ്മൾ കുറേയൊക്കെ ഓക്കെ ആവും. അപ്പോൾ കഴിയുന്നതും ഒരാൾ സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾ ഒട്ടും മടിക്കാതെ പോവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിന്ന് കൊടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് പറ്റണമല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒട്ടും ആരും എൻ്റെ കൂടെ പോന്നിട്ടില്ല കേട്ടോ. ആരും ഞാൻ കുറ്റപ്പെടുത്തല്ല, പക്ഷേ എൻ്റെ ഒരു സങ്കടം ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആരായാലും ഹെൽപ്പ് ചോദിച്ചാൽ ആ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് മുടിയൊക്കെ വന്ന് സെറ്റായോ എന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറിയ കുട്ടിയാണത്. പക്ഷേ ഇവൻ്റെ അത്രയൊന്നും മുടി എനിക്ക് ആയിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഇവൻ്റെ അത്രയൊന്നും മുടി വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ വീഡിയോയിൽ ഫേസ് കാണിക്കാത്ത എന്താ ചോദിച്ചിട്ടുണ്ട്. അത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഫേസ് കാണിച്ചിട്ട് ജോലി അടിച്ചിട്ട് നടക്കുന്ന ഒരു യൂട്യൂബറായിട്ട് നടക്കാനല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ. എൻ്റേതായിട്ടുള്ള ടെൻഷനുകൾ, ഞാൻ ചെന്ന ഹോസ്പിറ്റലിലൊക്കെ 2ാമത് പ്രാവശ്യം വന്ന അസുഖം, ഈ ഒരു ക്യാൻസർ 2ാമത് പ്രാവശ്യം വന്നവരാണ്.
അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് ഇനി വരുമോ, അങ്ങനെ ഒരുപാട് ടെൻഷൻ, ഫാമിലി വിശേഷങ്ങളും അതേപോലെ തന്നെ ഈ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് അതൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ 4 മക്കളും കല്യാണമൊക്കെ കൂടി ഇനിയും ഒരുപാട് കാലം ജീവിക്കണം എന്നാണ്. പഠിച്ചോനെ അതിനൊക്കെ ആയുസ് തരട്ടെ. ഭയങ്കര പേടിയുണ്ട്. പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളെ വിധി പോലെ വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വീഡിയോസ് അല്ല, നോർമലി എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് ആയിട്ടും ഫാമിലി വ്ളോഗായിട്ടൊക്കെ വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.